പൗർണമി, നമ്മുടെ നാട്ടിൽ ഈ കൊലപാതകങ്ങളും പീഡനങ്ങളും അച്ഛനെ അമ്മയും വെട്ടിക്കൊല്ല, അങ്ങനെ പല ടൈപ്പ് ഓഫ് കൊലപാതകങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈമുകൾ യെസ്, ക്രൈം എന്തുവായി, പിടിച്ചുപറി, കൊലപാതകം. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കോട്ടയത്തും ഒക്കെ തലക്കടിച്ച് കൊന്നു കളഞ്ഞു. അത് ബംഗാളി ആയിക്കോട്ടെ, ആസാമി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കൊലപാതകം കേരളത്തിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ദിവസക്കണക്കിന്, മിനിറ്റ് വെച്ച് വേണമെങ്കിൽ നടക്കുന്നുണ്ടാവാം. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും ചിലപ്പോൾ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നുണ്ടാവാം, റേപ്പ് ചെയ്യുന്നുണ്ടാവാം. എന്തുകൊണ്ടാണ് കേരളത്തിൽ, അതായത് കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളായിട്ട് ഈ കൊലപാതകങ്ങളും റേപ്പും ഒക്കെ കൂടുന്നത്? എന്തുകൊണ്ടായിരിക്കാം? പൗർണമി എന്താ ചിന്തിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശാരിക, ശരിക്കും നമ്മുടെ നാട്ടിൽ നിയമം എന്നത് വെറും പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം നിയമമുണ്ട്, നിയമവുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കുന്നുണ്ട്, കോടതി വരെ കേസുകൾ ചെല്ലുന്നുണ്ട്. പക്ഷേ കോടതിയിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോകുന്നു, അല്ലെങ്കിൽ ശിക്ഷകളിൽ ഇളവ് കൊടുക്കുന്നു. വധശിക്ഷ പോലും വിധിക്കേണ്ടതായ പല കേസുകളും കോടതി വരെ എത്തിയിട്ട് വധശിക്ഷ ഈവൻ വിധിച്ചാൽ പോലും അത് നടപ്പാകുന്നില്ല, അതിന് അപ്പീൽ പോകുന്നു. അതായത് ശിക്ഷ എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്നത് വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ശിക്ഷ ചെയ്യുന്നവരെയെല്ലാം വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് 1-2 ആഴ്ചയോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ 1-2 വർഷമോ ജയിലിൽ കിടക്കുന്നു, ശേഷം വളരെ സാധാരണമായി പുറത്തു വരുന്നു, നേരത്തെ ജീവിച്ചതിലും സാധാരണമായി ജീവിക്കുന്നു, വീണ്ടും ക്രൈമുകൾ ചെയ്യുന്നു. അപ്പോൾ ആളുകൾക്ക് ഒരു പ്രചോദനമാവുകയാണ്, ഇവിടെ ഇത്രയൊക്കെ നടക്കുള്ളൂ, അതായത് ഇവിടെ ഇതൊക്കെയാണ്. അതായത് കേരള പോലീസ് എഫിഷ്യന്റ് ആണെങ്കിലും, സൈബർ ക്രൈം സൈബർ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യന്റ് ആണെങ്കിലും, ഇനി എന്തെല്ലാം ടെക്നോളജി ഡെവലപ്ഡ് ആയാലും, ഐ മീൻ ഇൻ ലോയിൽ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ സ്വൈര്യവിഹാരം നടന്നു ഇവരെല്ലാം, ഈ ക്രിമിനൽസ് എല്ലാം. ബിക്കോസ് അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് 2008 ആമയൂർ കൊലപാതകം. 2008 ഒരു ആമയൂർ കൊലപാതകം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയായതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് പറഞ്ഞത്, അല്ലാതെ വേറെ ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട് നമുക്ക്. അതിൽ ഒരു ഭാര്യയെയും 4 മക്കളെയും അതിക്രൂരമായി പ്ലാൻ ചെയ്ത് കൊന്നൊരു പ്രതിയെ മാനസാന്തരപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതി. അവൻ്റെ ആ കോടതി, ആ ഹിസ്റ്ററി, 2008 നടന്നൊരു കൊലപാതകമായത്, അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം. ഭാര്യയെ കൊന്നവൻ സെപ്റ്റിണ്ടാക്കി തള്ളി, 4 മക്കളുണ്ടായിരുന്നതിനകത്ത് 12 വയസ്സുവരെ അവൻ റേപ്പ് ചെയ്ത് കൊന്നു, വേറൊരു കുഞ്ഞിനെയും കൊന്നു. ബാക്കി 2 പേരുടേത് വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്നാണ് ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ കിട്ടിയത്. വേറൊരു കൊച്ചിനെ കണ്ടില്ലെന്നില്ലേ, 3 വയസ്സുകാരനെ എങ്ങാണ്ട് കണ്ടിലെറിഞ്ഞോ, അങ്ങനെ എങ്ങാണ്ട കൊന്നത്. ഇത്രയും അതിക്രൂരനായിട്ടുള്ള കോൾഡ് ബ്ലഡഡ് മൈൻഡുള്ള ഒരു ക്രിമിനലിനെ 16 വർഷം, 2008 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 16 വർഷത്തിന് മേളിലായി അവൻ ജയിലിൽ കിടക്കുവാണ്. അവൻ വധശിക്ഷ റദ്ദാക്കണമെന്ന് പറഞ്ഞ് അപ്പീൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ അവനൊരു മാനസാന്തരം ഉണ്ടായിരുന്നെങ്കിൽ അവന് വധശിക്ഷ റദ്ദാക്കാനോ നിയമ നടപടിക്കോ പോകത്തില്ല എന്നുള്ളൊരു സൈക്കോളജിക്കൽ തിങ്കിങ് ഉണ്ടാവും അല്ലേ? അവൻ ഒരിക്കലും അത് ചെയ്യില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇനി എനിക്കിത് ജീവിക്കണ്ട, ഞാൻ ഈ ജയിലടയ്ക്കകത്ത് കിടന്ന് നരകിച്ചോട്ടെ, അതുകൊണ്ട് എനിക്കിനി ഒരു ജീവിതം വേണ്ട എന്നാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി വരിക. പക്ഷെ ഇവൻ അപ്പീൽ കൊടുത്തിരിക്കുന്നത് സുപ്രീം കോർട്ടിലാണ്. അപ്പോൾ അവൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവന് പുറത്തിറങ്ങി ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ, കോടതിയെ കബളിപ്പിക്കണം എന്നൊരു പുറത്തേക്കുന്നൊരു പൊട്ടനും തോന്നും. എന്നിട്ട് എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് 2 വർഷമായിട്ട് ഇവനെ നിരീക്ഷിക്കുകയായിരുന്നു, ഇവന്റെ മാനസിക ആരോഗ്യം പരിശോധിക്കണമെന്ന് എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. നല്ല നടപ്പ് കൊണ്ട് ശിക്ഷയിൽ ഇളവ്, നല്ല നടപ്പോ? അപ്പൊ ഈ പോയ 5 പേരുടെ ജീവന് ഒരു വിലയില്ല. അതിക്രൂരമായിട്ട്, അതായത് കയ്യബദ്ധമല്ല, ഇപ്പൊ ഒറ്റയടിക്ക് വെട്ടിക്കൊല്ലുമല്ല അവൻ ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 വീക്സിനുള്ളിലാണ് ഈ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര നടന്നതെന്നാണ് നമ്മളെ പഴയതിലേക്ക് നോക്കുമ്പോൾ. ഭാര്യയെ കൊലപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ സ്വന്തം മക്കളെ കൂടി, അതും ഒരാളെ മകളെ റേപ്പ് ചെയ്ത് കൊന്നവൻ. അപ്പൊ ഇവനെയൊക്കെ ഇങ്ങനെ വെറുതെ വിടാനായിട്ടാണോ നമ്മുടെ നിയമസഭ, ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കീഴ്ക്കോടതിയും മേൽക്കോടതിയും ഒക്കെ ശിക്ഷിച്ച് അപ്പീൽ നേടി അങ്ങ് ചെന്ന് ഏറ്റവും പ്രമാദമായ മിക്ക കേസുകളിലെയും വധശിക്ഷകൾ റദ്ദാക്കി കൊടുക്കും ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കേസ്, പ്രമാദമായ ഒരു കേസിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച നടത്തുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് പൗർണമിയോ നമ്മളൊരു സാധാരണക്കാരാണെങ്കിൽ നമ്മൾ ചിന്തിക്കോ ഇതൊക്കെ അങ്ങ് ഹൈക്കോടതി വിധിച്ചു വധശിക്ഷ ശരിവെച്ചു എന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് അപ്പീലിന് പോകുന്നേ. അപ്പോൾ സുപ്രീം കോടതി ചെന്ന് അവൻ വധശിക്ഷ റദ്ദാക്കി. ഇപ്പോൾ കണ്ടോ ഈ പറയപ്പെടുന്ന ആകെ തൂക്കിക്കൊന്നു എനിക്കൊന്ന് നിർഭയ കേസിൽ 2 ഒരെണ്ണം അങ്ങോട്ട് ആത്മഹത്യ ചെയ്തു. മറ്റേ ജുവനയിലാണ്, ആ ജുവനയിലായിട്ട് പ്രായമുള്ള ഒരുത്തനാണ് ഏറ്റവും കൂടുതൽ ക്രൂര ആ പെൺകുച്ചിനോട് ചെയ്തത്. അവന് 3 വർഷം ശിക്ഷ കഴിഞ്ഞ് അവൻ പുറത്ത് എവിടെയോ, നമ്മുടെ ഇടയിൽ എവിടെയോ അവൻ ജീവിക്കുന്നുണ്ട്. കേരളത്തിലുണ്ടോ, ബംഗാളിലുണ്ടോ, കാശ്മീരിലുണ്ടോ നമുക്ക് ഇന്നും അറിഞ്ഞുകൂടാം. അവനെക്കുറിച്ച് ഒരു അറിവുമില്ല. എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം? കഴിഞ്ഞ ദിവസമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ എൻകൗണ്ടറിലൂടെ 6 വയസ്സുകാരെ റേപ്പ് ചെയ്ത് കൊന്ന, UP-യിൽ 6 വയസ്സുകാരെ റേപ്പ് ചെയ്ത് കൊന്ന ഒരുത്തനെ വെടിവെച്ച് കൊന്നത് പോലീസ് എൻകൗണ്ടറിലൂടെ. അതിനു മുമ്പ് ഹൈദരാബാദിലെ കൊലപാതകം, ഹൈദരാബാദിലെ ഡോക്ടറെ കത്തിച്ച് റേപ്പ് ചെയ്ത്, ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്ന് പൂർണ്ണമായി കത്തിച്ചാമ്പലാക്കിയവന്മാരെ 4 പേരെ പോലീസുകാർ എൻകൗണ്ടറിലൂടെ കൊന്നു കളഞ്ഞു.
ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആൾക്കാർ പൂവിട്ട് പൂജിക്കും അവരെ. കോടതിയേക്കാൾ പ്രാധാന്യം ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? സുപ്രീം കോടതി നമ്മൾ ഇതിന്റെ എതിരെ നമുക്ക് കേസ് വന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഒക്കെ ശരിവെച്ച കേസുകൾ പോലും സുപ്രീം കോടതിനെ അവരെ ഈ പറയുന്ന പോലെ വധശിക്ഷ റദ്ദാക്കി കളയുക. എന്തിന്? ഗോവിന്ദചാമി അയാൾ ഇന്നും അവിടെ തടിച്ചു കൊടുത്തുണ്ട്, ചിക്കൻ നല്ല കോഴിയെ പോലെ ഇരിക്കുകയാണ്. ലോക കോഴിയായ അവൻ, റേപ്പിസ്റ്റ് ആയവൻ, അതിക്രൂര റേപ്പിസ്റ്റ് ആയവൻ, ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ട് പോലും അവൻ്റെ മൈൻഡ് സെറ്റ് ഇതാണെങ്കിൽ, അവന് കാലുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? നമ്മൾ വേറെ ഒന്നും നോക്കണ്ട പൗർണമി, നമ്മൾ ആ ഒരു പിക്ചർ നോക്കിയാൽ മതി. അവൻ അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അവൻ അപ്പോഴത്തെ കോലും ഇപ്പോൾ അവൻ ജയിലത്തെ കോലും, അതായത് സിനിമാ നടനെ പോലെ അവനിരിക്കുന്നത്, തമിഴ് നടനെ പോലെ. എന്ത് തോന്നുന്നു പൗർണമി? എന്താ പൗർണമിക്ക് ഇതിനകത്ത് പറയാനുള്ളത്? ശരിക്കും ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും പറയാതെ വയ്യ. കാരണം ഒരുപാടധികം നമ്മളാണെങ്കിൽ പോലും പലരുമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ, നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് നമ്മൾ പരസ്പരം ചില വാർത്തകൾ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കാറുണ്ട്, നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. കാരണം അറ്റ് ദ എൻഡ് ഈ വാർത്തകളെല്ലാം കാണുമ്പോൾ ഞാൻ അടക്കമുള്ള എല്ലാ മലയാളികളും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ട്, ഏറ്റവും സുരക്ഷ നൽകുന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും വിദേശത്തേക്ക് പോയാലും കുറച്ച് നാൾ അവിടുത്തെയൊക്കെ ജീവിതമൊക്കെ കഴിഞ്ഞ് ആ ഒരു ആസ്വാദനം എല്ലാം കഴിയുമ്പോൾ ഒന്ന് നാട്ടിലേക്ക് മടങ്ങി വരണം, നാട്ടിൽ തന്നെ ജീവിക്കുന്നതാണ് നല്ലത്. ഒരുപാട് വിദേശത്തുള്ള ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്തിനാണ് വിദേശത്തേക്ക് വന്നിട്ട്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, പിന്നെ നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യവും ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ നാട്ടിൽ നിൽക്കുന്നതല്ലേ സുഖം എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എന്ത് സുഖമാണ് എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മറുപടി ഉണ്ടോ? ശരിക്കും നല്ലൊരു വ്യവസ്ഥ, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനവൻ്റെ നാട് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. പക്ഷേ നിലവിലത്തെ ഈ ഒരു 2025 എന്ന വർഷം തുടങ്ങിയതിന് ശേഷം, അതിന് മുൻപ് ഭയങ്കര അടിപൊളിയായിരുന്നു എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു 2025 തുടങ്ങി ഈ 4 മാസം പിന്നിടുന്ന ഈ വേളയിൽ ശരിക്കും നമ്മുടെ നാട്ടിൽ എത്ര ക്രൈമുകൾ നടന്നിട്ടുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നമുക്ക് തീരുമോ? നമുക്ക് ഓർത്തെടുക്കാനാണെങ്കിൽ ആ ഡിസംബർ 31 മുതൽ അങ്ങോട്ട് കിടക്കുകയാണ്. കൊലയും കൊലപാതകവും പീഡനവും മരണവും അങ്ങനെ ഒരുപാട് നിരവധി. വീട്ടിൽ കയറി ആക്രമിക്കുന്നു, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി ആക്രമിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. ശരിക്കും ഇപ്പോൾ ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഏറ്റവും തലപ്പത്ത് നമ്മൾ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ ജനങ്ങളാൽ ഒരു ജനാധിപത്യ രാജ്യമാവുമ്പോൾ ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരിക്കലും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാനുള്ള റൈറ്റ് ഉണ്ടെന്നോ. നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാം നിയമം അനുശാസിക്കുന്ന പോലെ നമുക്ക് വേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലെയാണ് ഒരു മനുഷ്യ ജീവനെ ഇപ്പോൾ നാട്ടിൽ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാരിക ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാണത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഏതൊരു കൊച്ചു കുട്ടിക്കും അറിയാം ഒരാൾക്കൊരു വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ എന്താണ്, അത് സുപ്രീം കോടതി ചെന്നാൽ അത് ഇപ്പം തന്നെ റദ്ദാക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിലെ എന്താണ് നാടിൻ്റെ പോക്ക്, എങ്ങനെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ കോടതി ചെയ്യാൻ പോകുന്നത്, കോടതിയുടെ വിധി അത് അവിടെ ഇരിക്കുന്ന ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പറയുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെയല്ല വേണ്ടത്. ഒരു ശിക്ഷ ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ശാരിക ഒരുപാട് മനുഷ്യാവകാശ ആൾക്കാർ കാണും. മനുഷ്യൻ്റെ ജീവന് വേണ്ടി ഒരാളെ കൊന്നു തള്ളണമെന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? നമ്മൾ ഒരിക്കലും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ അബദ്ധം പറ്റി ഒരു കൊല ചെയ്ത ആളെ പറ്റി ഒന്നുമല്ല സംസാരിക്കുന്നത്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ട്, വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി കാത്തിരുന്ന് സ്വന്തം ഭാര്യയെയും മക്കളെയും കൊല ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആള് വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി അപ്പീൽ കൊടുക്കുമ്പോൾ തന്നെ, അതായത് സ്വന്തം മകളെ പോലും ക്രൂരമായി ഉപദ്രവിക്കാൻ മനസ്സുണ്ടായ ആ വ്യക്തിക്ക് എന്ത് മാനസാന്തരം വന്നു എന്നാണ് പറയപ്പെടുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാനും ശാരികയും പറയുന്നു, നമ്മുടെ നിയമത്തിൽ ഒത്തിരി അപാകതകളുണ്ട്. നിയമം എപ്പോഴും നല്ലതാണ്, കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ ഒരുപാട് വീഴ്ചകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഴ്ചകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ പേടി, അല്ലെങ്കിൽ ശിക്ഷയെ പേടിയില്ല, അതുകൊണ്ട് തന്നെ ക്രൈമുകൾ പെരുകുന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതായത് ശിക്ഷ കൊടുക്കുമ്പോൾ ആ ശിക്ഷ എന്തിനാണ്, നമ്മൾ കൊച്ചുകുട്ടികളെ നമ്മൾ അടിക്കും, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അടി കൊടുക്കും. എന്തിനാണ്, അല്ലെ വഴക്ക് പറയും, നാളെ വീണ്ടും അത് ചെയ്യാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പേടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലില്ല, ഈ പറയുന്ന പേടി ഇല്ല, അല്ലേ ശാരിക? സത്യം. പൗർണമി പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും ഇന്നിപ്പോൾ ഒന്നിനെയും പേടിയില്ല. അതായത് നിയമത്തെ പേടിയില്ല, കുട്ടികൾക്ക് അധ്യാപകരെ പേടിയില്ല, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ പേടിയില്ല, ആരെയും മുതിർന്ന ഒരാൾക്കാരെ അവർക്ക് പേടിയില്ല. അതായത് വെറുതെ ചെന്ന് ഒരു നമ്മളൊക്കെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു മോളെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, നമ്മൾ അറിയാതെ
അറിയാത്ത പ്രായമുള്ള ഒരാൾക്കാർ പറഞ്ഞു ശരി അമ്മ സോറി കേട്ടോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരു ക്ഷമാപണത്തോടു കൂടി നമ്മൾ അവിടെ നിന്ന് കടന്നു പോയി. ഇന്ന് അതങ്ങല്ല. നിങ്ങൾക്ക് എന്താ തള്ളേ, നിങ്ങൾക്ക് എന്തിനാ കേടാ, ഞാനത് എനിക്ക് ഇഷ്ടമുള്ള പോയി പണം നോക്കുന്നു പറഞ്ഞാൽ വേണമെങ്കിൽ അടുപ്പിച്ച് നല്ല തള്ളി വരെ കുഴിയിലോട്ട് വിടും. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്ന ഇതാണ്, കേൾക്കുന്ന വാർത്തകൾ ഇതാണ്. ഒരു പക്ഷെ അവർ ഡയറക്റ്റായിട്ട് വാർത്തകളൊന്നും കാണുന്നില്ലെങ്കിൽ കൂടിയും ഈ പറയപ്പെടുന്നത് സ്ക്രോളിങ്ങിൽ വരുന്നത് അഫാൻ, മയക്കുമരുന്ന്, അല്ലെങ്കിൽ വേറൊരു പയ്യൻ ഈ പറയപ്പെടുന്ന 10ാം ക്ലാസ്സുകാരനെ കൂട്ടുകാരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് തല്ലിക്കൊന്നു, അല്ലെങ്കിൽ മറ്റു കൂട്ടുകാർ ഈ CBSE പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ 9ാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ കാര്യം റാഗിങ് മൂലം. അതായത് 9ാം ക്ലാസ് വിദ്യാർത്ഥി ഒന്ന് ആലോചിക്കണം, കോളേജും അല്ല. പണ്ട് ക്രൂര റാഗിങ്ങുകളൊക്കെ നമ്മൾ കോളേജിൽ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രൊഫഷണൽ കോളേജുകളിൽ. പക്ഷെ അപ്പോഴും ആർട്സ് കോളേജിലൊന്നും റാഗിങ് ഇല്ല. വളരെ സന്തോഷകരമായി ചെറിയ എന്തെങ്കിലും ഒന്നെങ്കിൽ അവൻ്റെ കണ്ണടച്ച് മറ്റേ മാങ്ങ പറിക്കുന്നതോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് മറ്റ് ഗ്ലാസ് എടുത്തു മാറ്റി ഇല്ലാതിരി നടക്കുന്ന വളരെ ചിരിക്കുന്ന റാഗിങ് മാത്രമേ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത്. ഇന്ന് അങ്ങനെയല്ല. റാഗിങ് ചെയ്യും, ചെയ്തനുസരിച്ചില്ലെങ്കിൽ കാല് തല്ലി ഒടിക്കും, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ ഈ പറയപ്പെടുന്ന സ്വകാര്യ ഭാഗങ്ങളിൽ മറ്റേ മുറിവേൽപ്പിക്കുക. ഇങ്ങനെയുള്ള വൈകൃതങ്ങളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിനാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇതിപ്പോൾ ആരോടാണ് ചോദിക്കുന്നത്? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റേപ്പിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ റേപ്പ് കൂടുതലും ചെയ്യപ്പെടുന്നത് സ്വന്തം വീടുകളിലാണ് റേപ്പ് നടക്കപ്പെടുന്നത്. അതായത് നമ്മുടെ അച്ഛനോ പറയാതിരിക്കാൻ പറ്റത്തില്ല, അമ്മമാർ കൂട്ടിക്കൊടുക്കുന്നു, അച്ഛന്മാരെ മക്കളെ റേപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അമ്മാവന്മാരെ, കസിൻസ്, അങ്ങനെ പെൺകുട്ടികൾ ഒരു എന്താ പറയുന്ന ഒരു 6-7 വയസ്സൊക്കെ ആകുമ്പോഴേ അങ്ങ് റേപ്പ് ചെയ്യപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം കൊടും ഭീകരമായിട്ടുള്ള ഒരു അരാജകത്വത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വീട്ടിലൊരിക്കലും സേഫ് അല്ല, വീട്ടിലൊരിക്കലും സേഫേ അല്ല പെൺകുട്ടികൾ. ഒരു 98.8% വീട്ടിലെ പെൺകുട്ടികളും ഇന്ന് സേഫ് അല്ല. ഏതെങ്കിലും അച്ഛനോ അമ്മയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുണ്ടായില്ലെങ്കിലും കസിൻസിൽ നിന്നോ ദൂരെയുള്ള ഡിസ്റ്റന്റ് റിലേറ്റീവിൽ നിന്നോ ഒക്കെ ഇവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ലൈംഗിക അതിക്രമണങ്ങളും ചൂഷണങ്ങളും ഉണ്ടാകും. കാരണം എന്താണ്? ശിക്ഷയുടെ പ്രശ്നങ്ങളാണ്. കാരണം അവർ നോക്കുമ്പോൾ 6 പേര് കൂട്ടക്കൊല, അതിക്രൂരമായി കൂട്ടക്കൊല ചെയ്ത് നിർഭയക്കാരെ കൊല്ലുന്നില്ല, നിർഭയയുടെ കാരണക്കാരായവരെ കൊല്ലുന്നില്ല. ഹൈദരാബാദി ഈ പറയുന്ന പോലെ കൊൽക്കത്ത റേപ്പ് കേസ്, കൊൽക്കത്തയിലെ ഡോക്ടറെ ഹോസ്പിറ്റലിൽ കയറി ഡ്യൂട്ടിയിലുണ്ടാകുന്ന ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ചു. അവൻ സൂപ്പറായിട്ടൊക്കെ പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞു. ഇത്രയും നമ്മുടെ കോൾഡ് ബ്ലഡ്, നമ്മുടെ ഹൃദയം മരവിക്കുന്ന വാർത്തയായിരുന്നു അതൊക്കെ. എന്നിട്ട് അവൻ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ കേരളത്തിൽ എന്താ ഇപ്പോൾ പറയപ്പെടുന്ന പോലെ സൗമ്യവധ കേസ്, അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളെ 6 വയസ്സുകാരിയെ കൊന്ന ഒരുത്തരുണ്ടല്ലോ. അങ്ങനെ ഇവരൊക്കെ എന്ത് സംഭവിച്ചു? ഇവനൊക്കെ എന്ത് ശിക്ഷയാണ് കിട്ടുന്നത്? നേരെ പിടിച്ച് ജയിലിടുക. അതായത് വഴി കടന്നവനെ പിടിച്ച് എല്ലാ സൗകര്യം. ഇനി AC-യുടെ ഒരു കുറവ് കൂടെ നമ്മുടെ ജയിലുകളിലുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് ഇവന്മാർക്ക്. അതായത് ഈ കുറ്റവാളികളായ അതിക്രൂരന്മാരായ ആൾക്കാരെ സംരക്ഷിക്കുന്ന ജയിലറുകൾ ഇന്നവർക്ക് മറ്റേ AC റൂം പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂം പോലെയാണ്. കൊല ചെയ്യുന്നു, സുഖിക്കുന്നു, റേപ്പ് ചെയ്ത് സുഖിക്കുന്നു, അതിനുശേഷം നേരെ അവിടെ ചെന്ന് 4 നേരം ഞം കഴിക്കുന്നു, കടന്നുറങ്ങുന്നു. ഇത് തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം കുറേ ജയിലുകളും സുഖിമാന്മാരാക്കി വളർത്താൻ കുറേ പോലീസുകാരും ഉള്ളപ്പോൾ നമ്മുടെ നാട് നന്നാവും, നല്ല രീതിയിൽ തന്നെ ചെല്ലും. എന്ത് തോന്നുന്നു? പറഞ്ഞമേ? ശരിയാണ്.